5ഉം 10ഉമല്ല 55 വർഷം പഴക്കമുണ്ട് ഈ പുസ്തകത്തിന്. ഈ പുസ്തകം പോലെ പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ഹൃദയത്തിലാണ് പീതാംബരൻ മാഷും. ബാലകൃഷ്ണൻ എന്ന വിദ്യാർത്ഥി 7ാം ക്ലാസ്സിൽ വെച്ചാണ് പകർത്തി എഴുതാൻ പീതാംബരൻ മാഷിന്റെ പുസ്തകം വാങ്ങുന്നത്. 1969 വാങ്ങിയ പുസ്തകം 55 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം തന്റെ കടയിൽ മാഷെത്തിയപ്പോൾ മാഷിന് സമ്മാനിക്കുകയായിരുന്നു. അങ്ങനെ അധ്യാപന ജീവിതത്തിൽ കിട്ടിയ ഈ നിധിയെ മാഷ് നെഞ്ചോട് ചേർത്തു പിടിച്ചു. നോട്ട് ബുക്ക് കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലോ ഞാൻ പണ്ട് പഠിപ്പിച്ചിരുന്നൊരു സന്തോഷമാണ് എനിക്ക്. അതാണ് ഞാൻ അതിൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ എനിക്കിന്നൊരു നിധി കിട്ടി എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തത്. സത്യത്തിൽ ഇതൊരു നിധി തന്നെയാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് എൻ്റെ മോനെ കാണിച്ചപ്പോൾ അവൻ പറഞ്ഞത്, അച്ഛാ ഇത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കണം. ഞാൻ പറഞ്ഞത് സൂക്ഷിക്കാം. അപ്പോൾ ഇനി അവൻ്റെ കൊടുത്ത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കും ഞാൻ. അപ്പോൾ അതാണ് നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുള്ള ആത്മാർത്ഥത, ആ അടുപ്പം ഇതുവരെയും വിട്ടിട്ടില്ല. എനിക്ക് വിടാൻ കഴിഞ്ഞില്ല. സത്യത്തിൽ ചിലപ്പോൾ എൻ്റെ മരണം അങ്ങനെ ആയിരിക്കും, സ്റ്റേജിൽ ഈ ക്ലാസ് മുറിയിൽ നിന്നായിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ഇപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ മറക്കാറില്ലെങ്കിലും അവർ തരുന്ന പുസ്തകം സൂക്ഷിച്ചു വെക്കുന്നവർ വളരെ വിരളമായിരിക്കും. എന്നാൽ പീതാംബരൻ മാഷ് കൊടുക്കുന്ന അറിവും സമ്മാനങ്ങളും എത്ര വർഷം വേണമെങ്കിലും ചിതലരിക്കാത്ത ഓർമ്മകളായി ഇങ്ങനെ അവശേഷിക്കുകയാണ്. ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ട് പഠിപ്പിച്ചാൽ കുട്ടിയുടെ മനസ്സിൽ പെട്ടെന്ന് കയറും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പഠന രീതി. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. പഠിപ്പിക്കുന്നതിൻ്റെ രീതി അത് തന്നെയായിരുന്നു. ഒരു കാരണവശാലും കുട്ടിയെ മുഷിപ്പിക്കില്ല. അവന് രസകരമായി ഇപ്പോൾ നാടകീയമായ ഭാഷണങ്ങൾ വേണമെങ്കിൽ അതുപോലെ തന്നെയൊക്കെ നമ്മൾ അഭിനയിച്ച് തന്നെ കുട്ടിയെ പഠിപ്പിക്കും. അപ്പോൾ അത് നാടകത്തിൽ പ്രയോഗിക്കുന്നത് ഇവിടെ കൂടെ പ്രയോഗിച്ചപ്പോൾ കുട്ടികൾ എളുപ്പം കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്നെ മറക്കില്ല. അതാണ് അതൊരു പ്രധാന കാര്യം. ജീവനും ജീവിതവും വിദ്യാർത്ഥികളായതിനാൽ തന്നെ അധ്യാപനത്തിൽ നിന്ന് വിരമിച്ചിട്ടും ഇപ്പോഴും അധ്യാപകനായി തുടരുകയാണ് പീതാംബരൻ മാഷ്. വിദ്യാർത്ഥികളാണ് അധ്യാപകരുടെ സമ്പാദ്യം. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥിയിൽ നിന്നും കിട്ടിയ സമ്മാനം ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് പീതാംബരൻ മാഷ്. ഇനിയുള്ള മാഷിന്റെ ജീവിതത്തിൽ അതൊരു നിധിയായി തുടരട്ടെ. പ്രമോദ് പന്നിയോടിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.